അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹാദരണീയരാവുന്ന പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ ജീവിതത്തിൽ ധാരാളം പരീക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് സന്തോഷത്തിൻ്റെ ഉണ്ടാവും, സങ്കടത്തിൻ്റെ ഉണ്ടാവും. എന്നാൽ സങ്കടത്തിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ സാമ്പത്തികപരമായി നമുക്ക് വല്ല നഷ്ടം സംഭവിക്കുക, അതേപോലെ തന്നെ ശാരീരികപരമായ വല്ല പ്രയാസങ്ങൾ നേരിടുക, അത്തരത്തിൽ ചിലപ്പോൾ ഒറ്റപ്പെടലുകളുടെ ഇങ്ങനെ ധാരാളം പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ മാനസികപരമായിട്ട് ആകെ തകർന്ന് ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ മനുഷ്യന്മാരെത്തിയിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണെന്നറിയാം? നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. സത്യത്തിൽ ഒരു സത്യവിശ്വാസിക്ക് വേണ്ടതാണ് അവൻ്റെ ലക്ഷ്യബോധത്തെക്കുറിച്ച് അറിയണം എന്നുള്ളതാണ്. നമ്മുടെ ലക്ഷ്യബോധം എന്താ? അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം, അല്ലേ? അപ്പോൾ ആ സ്വർഗത്തിലേക്ക് എത്തണം എന്നുള്ള മോഹത്തോടു കൂടി നമ്മൾ ദുനിയാവിൽ ജീവിച്ച് നോക്കി നോക്കാം. ദുനിയാവിൽ നമുക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതൊന്നും നമ്മളെ തളർത്തില്ല. മറിച്ച് സ്വർഗം എന്നുള്ള ചിന്താഗതി, അതിനെയെല്ലാം തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്കറിയാലോ. ഒരിക്കൽ കറുത്ത വർഗ്ഗക്കാരിൽപ്പെട്ട ഒരു സ്ത്രീ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരാൻ. ഈ സ്ത്രീക്കാണെങ്കിൽ രോഗം ബാധിച്ചിട്ടുണ്ട്. ഈ രോഗം എന്ന് പറഞ്ഞാൽ, ഈ രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സ്ത്രീ ബോധം കെട്ട് വീഴും എന്ന് മാത്രമല്ല, ഈ ബോധം കെട്ട് വീഴുമ്പോൾ ആ സ്ത്രീയുടെ ഔറത്ത് വെളിവാകുന്ന രൂപത്തിൽ വസ്ത്രം ശരീരത്തിൽ നീങ്ങിപ്പോവുകയും ചെയ്യും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറയാം, നബിയെ, എനിക്ക് ഇന്ന ഒരു അസുഖമുണ്ട്, അതുകൊണ്ട് ആ അസുഖം മാറാൻ വേണ്ടി പ്രവാചകരെ താങ്കൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം പറയണേ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടേ, നീ ഈ രോഗത്തിൽ ക്ഷമിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിനക്ക് അള്ളാഹു സ്വർഗം തരുന്ന. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ രോഗം കൊണ്ട് നീ ക്ഷമിക്കുകയാണെങ്കിൽ, അള്ളാഹിൻ്റെ ഈ പരീക്ഷണത്തിൽ നീ ക്ഷമിക്കുകയാണെങ്കിൽ, ഈ ക്ഷമിച്ചതിൻ്റെ ഫലമായി കൊണ്ട് അള്ളാഹു നിനക്ക് സ്വർഗം തരും എന്ന് പറയാം. ഇത് കേട്ടതും ആ സ്ത്രീ എന്തേ പറഞ്ഞത്? അള്ളാഹിൻ്റെ റസൂലെ, ഞാൻ ക്ഷമിച്ചു എന്നുള്ളതാണ്, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണെന്നാ. എന്നാൽ പ്രവാചകൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാണെന്നറിയോ? എനിക്ക് ഈ അസുഖം ഉണ്ടാകുമ്പോൾ, എൻ്റെ ബോധം നഷ്ടപ്പെടുമ്പോൾ, എൻ്റെ ഔറത്ത് വെളിവാകുന്ന രൂപത്തിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം ഉയർന്നു പോകുന്നുണ്ടല്ലോ, ആ ഔറത്ത് വെളിവാകുന്ന രൂപത്തിൽ ശരീരത്തിൽ നിന്ന് വസ്ത്രം നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നബിയെ എന്ന് പറയണേ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടെന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. രോഗം മാറാൻ വേണ്ടിയിട്ടല്ല പ്രാർത്ഥിച്ചത്. കാരണം എന്താ? അവർ ചിന്താഗതി മുഴുവനും സ്വർഗത്തിലേക്ക് എത്തണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രോഗത്തിൽ ക്ഷമിക്കാൻ വനിതയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇതേ ചിന്താഗതിയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും, എന്ത് പ്രയാസങ്ങളും, സാമ്പത്തികപരമായിട്ടും ശാരീരികപരമായിട്ടും പല ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിലൊക്കെ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കണം. ക്ഷമിക്കാൻ സാധിച്ചാൽ നമുക്ക് അള്ളാഹു സ്വർഗം തരുമെങ്കിൽ പിന്നെ ദുനിയാവിൽ നമ്മൾ കുറേ കഷ്ടപ്പെട്ടാലും സങ്കടപ്പെട്ടാലും ഇപ്പം എന്താ കുഴപ്പം? അള്ളാഹിൻ്റെ സ്വർഗ്ഗമല്ലേ സത്യവിശ്വാസിക്ക് വലുത്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, അള്ളാഹിൻ്റെ സ്വർഗം ലക്ഷ്യമാക്കി ദുനിയാവിൽ ജീവിക്കുക എന്ന സന്തോഷപരമായ ജീവിതം ദുനിയാവിലും നമുക്ക് കിട്ടും, ആഖിറത്തിൽ അള്ളാഹിൻ്റെ സ്വർഗം കിട്ടും. അത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.